ഭാരതത്തിൻ്റെ വൈവിധ്യമാർന്ന പ്രദേശങ്ങളിലൂടെയുള്ള യാത്രകളിലെവിടെയും മാളവത്തെക്കുറിച്ചോ ഉജ്ജയിനിയെക്കുറിച്ചോ കേട്ടപ്പോഴെല്ലാം താൻ ജാഗരൂകനായി. ഉജ്ജയിനി പലതുകൊണ്ടും മഹത്വമാർന്നതാണ്. രാജനൈതികമായ അകൽച്ചയെപ്പോലും ഉജ്ജയിനിയിലെ മഹത്വം അംഗീകരിക്കുന്നതിന് ആർക്കും തടസ്സമുണ്ടായതായി തോന്നുന്നില്ല. തൻ്റെ മാളവം എന്ന ഒരു വിചാരം എന്തുകൊണ്ടോ മനസ്സിൽ നിറഞ്ഞു നിന്നു. വിദിശയുടെയും വിദർഭത്തിൻ്റെയും മഗധയുടെയുമെല്ലാം സഹായത്തോടെയാണെങ്കിലും വിക്രമാദിത്യൻ ശക്തന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ചത് അദ്ദേഹത്തിന് വിശേഷാൽ കീർത്തി നേടിക്കൊടുത്തു. ഞാനൊരു ജ്ഞാനിയാണെന്ന് പറയുമോ എന്നറിയില്ല. വൈശ്യനായോ ക്ഷത്രിയനായോ ശൂദ്രനായോ തനിക്ക് ജീവിക്കാനാവില്ല. പക്ഷേ പൗരോഹിത്യം തൻ്റെ മേഖലയാണെന്ന് തോന്നിയിട്ടില്ല. ശ്രുതികളുടെയും പൗരാണിക രചനകളുടെയും ലോകത്തേക്കാണ് തൻ്റെ മനസ്സ് എന്നും ആകർഷിക്കപ്പെട്ടിട്ടുള്ളത്. ഗുരു ദേവാശ്രയൻ അതിന് ബീജാവാപം ചെയ്തിരിക്കുന്നു. ഗുരു ശാലീഭദ്രനും തൻ്റെ മനസ്സിനെ ആ വഴിക്കാണ് നയിച്ചത്. കാവ്യശാസ്ത്രാദികളിലേക്ക് മനസ്സ് ആകർഷിക്കപ്പെട്ടു. ഈ യാത്രകളിലെല്ലാം ഓരോരോ ദേശത്തെയും ആ ഒരു മനസ്സോടെയാണ് വീക്ഷിച്ചത്. എന്നാൽ എന്തുകൊണ്ടോ ഗുരു ശാലീഭദ്രൻ്റെയോ മറ്റ് ഋഷിമാരുടെയോ വഴിയിലേക്ക് മനസ്സ് പോയില്ല. ലൗകിക ജീവിതമാണ് തനിക്ക് യോജിച്ചത്. അതിന് ഉജ്ജയിനിയിൽ എത്തിയാൽ അക്ഷരജ്ഞാനമുള്ളതുകൊണ്ട് ആരുടെയെങ്കിലും ഗുരുവാകാം. ഈ ആർഷഭൂമി മുഴുവൻ സഞ്ചരിച്ച് നേടിയ അറിവുണ്ട് തൻ്റെ പക്കൽ. ആര്യാവർത്തത്തിലെ ജ്ഞാനികളായ പലരെയും കണ്ടിട്ടുണ്ട്. അവരുമായി പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. ആ സേതു ഹിമാചലം കണ്ടറിഞ്ഞിട്ടുണ്ട്. ദേവഭാഷയായ സംസ്കൃതത്തിൽ അല്പം ജ്ഞാനമുണ്ട്. സ്വന്തം കഴിവിൽ ആത്മവിശ്വാസവുമുണ്ട്. അതുകൊണ്ട് തന്നെ ആപണങ്ങളിലോ ക്ഷേത്രങ്ങളിലോ താൻ താവളമുറപ്പിക്കുന്നതിലർത്ഥമില്ല. വിക്രമാദിത്യ രാജനെ പോയി കാണുന്നതിൽ തെറ്റില്ല. ഉജ്ജയിനിയുടെ ഭാഷ ദേവഭാഷയാണ്. പെട്ടെന്ന് മനസ്സിനെ തിരുത്തി. സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വെറുതെ കയറി ചെന്നാൽ അപഹാസ്യനായി കൂടായികയില്ല. പണ്ട് സതീർത്ഥ്യൻ്റെ സഹായം പ്രതീക്ഷിച്ചു പോയ ദ്രോണാചാര്യൻ്റെ കഥ കേട്ടിട്ടുണ്ട്. മാളവരാജൻ തൻ്റെ സതീർത്ഥ്യനൊന്നുമല്ല. പക്ഷേ വെറുതെ ചെന്ന് സഹായം അഭ്യർത്ഥിച്ചിട്ട് അപമാനിതനായി എന്ന് തോന്നാനിടവരരുത്. നന്ദൻ്റെ കൊട്ടാരത്തിൽ അപമാനിതനായ ചാണക്യൻ്റെ പാത പിന്തുടരാനും തനിക്ക് താൽപ്പര്യമില്ല. പക്ഷേ വിക്രമാദിത്യ മഹാരാജാവ് ദ്രുപദനെ പോലെയോ നന്ദനെ പോലെയോ ആവില്ല. അദ്ദേഹത്തിൻ്റെ വിദ്വൽ സദസ്സിനെക്കുറിച്ചും കേട്ടിരിക്കുന്നു. പുതിയതായി രംഗത്ത് വരുന്ന ആരെയും പെട്ടെന്ന് അംഗീകരിക്കാൻ പണ്ഡിതന്മാർ കൂട്ടാക്കാറില്ല. യുവതലമുറ അവതരിപ്പിക്കുന്ന പുതിയ ആശയങ്ങൾ അംഗീകരിക്കുന്നതും പലപ്പോഴും യുവതലമുറയാണ്. യുവതലമുറ പറയുന്നത് അംഗീകരിക്കാൻ മുതിർന്നവരുടെ തലമുറ മടിക്കും. അവർ അവരുടെ ജ്ഞാനത്തിൻ്റെയും കഴിവിൻ്റെയും തലത്തിൽ നിന്ന് ചിന്തിക്കുന്നവരാണ്. ആ തലത്തിൽ നിന്നുകൊണ്ട് പുതിയ കാര്യങ്ങളെ അംഗീകരിക്കുക സ്വാഭാവികമായും ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അവരുടെ ചിന്തയുടെ ഔന്നത്യം മഹാമേരുവോളമുണ്ടാകണം. മാളവരാജൻ്റെ സദസ്സിൽ ഇങ്ങനെയുള്ള മഹാന്മാരുണ്ടാകുമോ? ഉജ്ജയിനിയെക്കുറിച്ച് ഈ യാത്രക്കിടയിലുള്ള കേട്ടറിവ് മാത്രമേയുള്ളൂ. ഓരോ നാടിനും ഓരോ പ്രദേശത്തിനും ഓരോ ജനസമൂഹത്തിനും അവരുടേതായ ജീവിത രീതികളും ചിന്താഗതികളുമുണ്ട്. ഇതറിയാതെ രാജ്യസഭയിൽ നേരിട്ട് ചെന്നു കയറിയാൽ തെറ്റിദ്ധരിക്കപ്പെടും. സാർവവാഹക സംഘത്തോടൊപ്പം മാളവത്തിൻ്റെ അതിർത്തി കടന്നപ്പോൾ തന്നെ ഈ നഗരത്തെക്കുറിച്ച് ഏകദേശ ധാരണ ലഭ്യമായിട്ടുണ്ട്. അതിർത്തിയിൽ സൈനിക താവളത്തിനടുത്ത് തന്നെ തടഞ്ഞു നിർത്തി. സ്ഥിരമായി ഇതുവഴി യാത്ര ചെയ്യുന്ന സാർവവാഹകർക്ക് തിരിച്ചറിയൽ മുദ്രകളുണ്ട്. കവാടപാലകർ പലരോടും ചിരപരിചിതരെ പോലെ സംസാരിച്ച് കടന്നുപോകാൻ അനുവദിച്ചു. താൻ വന്നത് ഒരു സാർഥവാഹക സംഘത്തോടൊപ്പമാണെങ്കിലും തന്നെ തടഞ്ഞു നിർത്തി. ആരാണ്, എവിടെ നിന്നും വരുന്നു, എന്തിനാണ് ഉജ്ജയിനിയിൽ വരുന്നത്, ആരുടെ അടുത്തേക്കാണ് പോകുന്നത് എന്നെല്ലാം അന്വേഷിച്ചു. സാർഥവാഹക സംഘത്തിൻ്റെ തലവൻ ഹരിദത്തൻ തന്നെ പരിചയപ്പെടുത്തി കൊടുത്തു. ഭൃഗുകച്ചത്തിൽ നിന്നും യാത്ര പുറപ്പെടുമ്പോൾ മുതൽ താൻ കൂടെയുണ്ടെന്നും യാത്രക്കാരനാണെന്നും ആ സേതു ഹിമാചലം യാത്ര ചെയ്തു വന്നതാണെന്നും മറ്റും വിശദീകരിച്ചു. തൻ്റെ കൂടെ മറ്റാരും തന്നെ ഇല്ലെന്നും ഏകനായ യാത്രക്കാരനാണെന്നും പറഞ്ഞു. ഉജ്ജയിനിയിൽ വിക്രമാദിത്യ മഹാരാജാവിനെയും പണ്ഡിതന്മാരെയും കാണുകയും അവരെ പരിചയപ്പെടുകയുമാണ് യാത്രയുടെ ലക്ഷ്യം എന്നും വിശദീകരിച്ചു.
അതിന് സംസ്കൃതം അറിയണമെന്നുള്ളത് വിശേഷാൽ അംഗീകാരത്തിന് കാരണമായി അനുഭവപ്പെട്ടു. ഉജ്ജയിനിയെക്കുറിച്ച് ചിന്തയിൽ മുഴുകിക്കിടന്ന കാളിദാസൻ രാത്രി വളരെ വൈകിയാണ് ഉറങ്ങിയത്. പിറ്റേന്ന് പ്രഭാതത്തിൽ തന്നെ യാത്ര ആരംഭിച്ചു. കുറേ ദൂരം നടന്നു. പിന്നീട് വെയിൽ അധികമായപ്പോൾ കാളവണ്ടിയിൽ സാധന സാമഗ്രികൾക്കൊപ്പം അല്പം ഇടം തനിക്കും ലഭിച്ചു. വഴി കല്ലുകളും കുണ്ടും കുഴിയുമില്ലാതെ കണ്ടു. കയറ്റമുള്ള സ്ഥലങ്ങളിൽ പാവം ഋഷഭങ്ങൾക്ക് സഹായമേകി. നിരപ്പായ പാതയിൽ അവ തന്നെയും സഹായിച്ചു. മാളവം പൊതുവെ നിരപ്പായ പ്രദേശമാണെന്ന് കണ്ടു. പിന്നീട് ഉജ്ജയിനിയുടെ നഗര കവാടത്തിലും പരിശോധന നടന്നു. വിക്രമാദിത്യൻ ശകന്മാരെ തീർത്തും പരാജയപ്പെടുത്തി മാളവത്തിൽ അധികാരം ഉറപ്പിച്ചിട്ട് അധികം കാലമായിരുന്നില്ല. എങ്കിലും അവന്തിയുടെ കീർത്തി ഇതിനകം തന്നെ എങ്ങും പരക്കാൻ വിക്രമാദിത്യൻ്റെ ഭരണം സഹായിച്ചു.